ഹായ് ഫ്രണ്ട്സ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു 10-15 ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ എരിവിനാവശ്യമുള്ള ഒരു പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വാളംപുളി, ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളി നല്ലപോലെ പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മൺചട്ടി എടുത്ത് വയ്ക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ച ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴന്ന് ആ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറം ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഈ ഒരു മീൻ കറി ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ലപോലെ വഴന്ന് വന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിലയിലോട്ട് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 2 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വാളംപുളി കുതിർത്താൻ വെച്ചിരുന്നു, ആ വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ മീൻ വേവാൻ ആവശ്യമുള്ള മിക്സിയുടെ ജാറിൽ കുറച്ചൊരു വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നല്ലപോലെ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ടൊരു കറിവേപ്പില തണ്ടും വെച്ച് മൂടി വെച്ച് നമുക്ക് നല്ലപോലെ മീൻ വെന്ത് ചാറൊക്കെ കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഈ മൂടി വെച്ച് ആ മൂടിയെ മാറ്റുന്ന നല്ല സൂപ്പർ സ്മെല്ലായിരിക്കും വരാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മീൻ കറി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പരമാവധി വെള്ളം കുറവ് ഉപയോഗിച്ചിട്ട് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല കുറുകിയ ചാറ് വന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തലേ ദിവസം വൈകുന്നേരം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പുളിയും എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ വീണ്ടും വരും. ഓക്കെ, ബൈ, താങ്ക് യു.